ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? കോഴിമരുന്നാണ് ഉണ്ടാക്കാൻ പോണത്. രാത്രിയായി കോഴീനെ കിട്ടിയപ്പോൾ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ തുടങ്ങാൻ പോണത്. രാത്രി ആയതുകൊണ്ട് വീഡിയോ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൂടാ. ഇതാണ് നമ്മുടെ ചിക്കൻ, നാടൻ കോഴി കഴുകി ക്ലീനാക്കിയത്. പിന്നെ സൂത്രം കാണിച്ചു തരണോ? ഇതേ കണ്ടോ, കന്നിപ്പെടയാണ് നമ്മൾ കോഴിമരുന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. കന്നിപ്പെടയുടെ മുട്ട കണ്ട, കുരുന്നതിനുള്ള മുട്ട. അപ്പോൾ എത്ര മുട്ടയിടായിരിക്കുന്ന കോഴിയെ, പാവം. ഇതേ കണ്ട. പിന്നെ ഇത് ശരിക്കും അതിൻ്റെ വയറ്റിലുണ്ടായതാട്ടോ. ഇതെല്ലാം അതിൻ്റെ വയറ്റിലുണ്ടായതാണ്. പക്ഷേ ഇത് ശരിക്കുള്ള മുട്ടയാണ്. കണ്ടില്ലേ, കുഞ്ഞു മുട്ട, കന്നിപ്പെടയായിരുന്നു കേട്ടോ. ഇതിനി ഉടച്ചതിൻ്റെ ഇതൊക്കെ കളയണം. പിന്നെ കണ്ടോ, നെയ്യാണിത്. പിന്നെ ഇത് ഓക്കെ. അപ്പോൾ നമുക്ക് ഇനിയും സാധനങ്ങളൊക്കെ വേണം, സെറ്റാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ചിക്കൻ അപ്പോൾ മുട്ട മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് വേണം. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെള്ളുള്ളി, അതുമാതിരി സബോളയില്ല കേട്ടോ, ചെറിയ ഉള്ളി, എന്നിട്ട് ഇനി തേങ്ങാപ്പാൽ ഒഴിക്കും. നമ്മൾ ചിക്കനും ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ ഇത് വേവിക്കണം. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെള്ളുള്ളി, ചുമന്നുള്ളി, അതാണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ ഒന്നിച്ചിട്ടിട്ട് വേവിക്കുക. ഇത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. നമ്മുടെ കടിഞ്ഞൂൽ പെടക്കോഴിയുടെ കടിഞ്ഞൂൽ മുട്ടയാണ്. അപ്പോൾ നല്ല കോഴിയായിരിക്കണം, ഇളപ്പുള്ള കോഴിയായിരിക്കണം. പിന്നെന്താ, നല്ല ഇളപ്പുള്ള കടിഞ്ഞൂൽ മുട്ടയിട്ട കോഴിയായിരിക്കും. എത്ര മുട്ടകളാണ് നമുക്ക് കിട്ടിയത് ഇന്ന്. ഇപ്പോൾ ഇതവനാട് ഇവിടുന്ന് ശരിയായി വരുമ്പോൾ നമുക്ക് ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ രാത്രി ആണ് ഇത് പിടിക്കണം. വലിയ തെളിച്ചൊന്നുമില്ല, എന്നാലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം. വെള്ളം വറ്റി തുടങ്ങി, വെള്ളം വറ്റി തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. ഇത് 200 ഗ്രാമിൻ്റെ കുപ്പിയാണ്. ഈ 200 ഗ്രാം എണ്ണ ഇതിൽ ചേർക്കാം. പിന്നെ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ വെളിച്ചെണ്ണ ചേർക്കണില്ല, ചിലർ ചേർക്കും. ഞാൻ ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ ആവശ്യത്തിലേറെ നെയ്യുണ്ട്. ഇനി അതിൻ്റെ പുറമെ ഇനി കുറേ വെളിച്ചെണ്ണയും കൂടി വയറ്റിലെത്തി കൊളസ്ട്രോൾ വരുത്തണ്ട. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എന്തായാലും ഇടുന്നില്ല. ഇനി ഇതേ മരുന്ന്, കോഴി മരുന്നിൻ്റെ മരുന്നെന്ന് പറഞ്ഞാൽ കടകളിൽ കിട്ടും. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇനി ലാസ്റ്റ് ഒരു 2 ടീസ്പൂണ് എല്ലാം വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞ് ലാസ്റ്റ് ഒരു 2 സ്പൂണ് നെയ്യ് വേണമെങ്കിൽ ഇടാം. നെയ്യ് എപ്പോഴും നല്ലതാണല്ലോ. വെള്ളമൊന്ന് വറ്റി വരണം. പിന്നെ ഇതിപ്പം കിട്ടി. അപ്പം അങ്ങനെ ഇത് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതെൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇടുന്നതാണ് കേട്ടോ. എനിക്കെന്തോ കുരുമുളക് പൊടി ഇടണമെന്ന് തോന്നാം, അതുകൊണ്ട് ഇടുന്നതാട്ടോ. അതെപ്പോഴും നല്ലതാണ്. ബ്ലാക്ക് പെപ്പർ അതിലുണ്ട്, മരുന്നിലുണ്ട് കുറച്ച്. എന്നാലും ഇത് ഇത്തിരി മുന്തി നിൽക്കണം, നല്ലതാണ്. ഒരു 1/2 സ്പൂൺ. ഇപ്പോൾ ഇതാ കണ്ടോ,
മരുന്ന് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോഴിമരുന്ന് റെഡി. ഓക്കേ.